السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. صدق الله العظيم. നാഥനായ അല്ലാഹു നാം ഒരുമിച്ച് കൂടിയതുപോലെ നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ സകലരെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗ്ഗലോകത്ത് ഹബീബായ തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ നമ്മിൽ നിന്ന് വന്ന മുഴുവൻ തെറ്റുകളും കുറ്റങ്ങളും അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമളാനിന്റെ 14ാമത്തെ രാത്രിയിലാണ് നാം ഉള്ളത്. കഴിഞ്ഞുപോയ നോമ്പുകളെല്ലാം അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും ശിഷ്ട നോമ്പുകൾ അവന്റെ പൊരുത്തത്തിലായി പൂർത്തീകരിക്കാൻ അല്ലാഹു തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാനിന്റെ മഗ്ഫിറത്തിന്റെ പത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പാപം പൊറുപ്പിക്കുവാനുള്ള മാനദണ്ഡങ്ങളെ കുറിച്ചാണ് നാം ഇതുവരെ പറഞ്ഞു പോകുന്നത്. ഇന്ന് നാം ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ലാഹുവിന്റെ ഖുർആനിൽ സൂചിപ്പിച്ച പറഞ്ഞ ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. ഈ ആയത്ത് ഉൾപ്പെട്ടിരിക്കുന്ന മഹത്തായ ഗ്രന്ഥമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ സന്ദേശങ്ങളിൽ ഒന്നാണ് അല്ലാഹുവിനെ സ്നേഹിക്കുന്നു എന്ന വാദം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്തുടരുന്നതിലൂടെ മാത്രമേ അല്ലാഹുവിനെ സ്നേഹിക്കുക എന്ന വാദം സത്യമായി തീരുകയുള്ളൂ. ഈ ആയത്ത് അവതരിച്ചത് നമ്മൾ പിന്തുടരേണ്ട വഴികാട്ടിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുസരണത്തിലേക്കാണ്. അല്ലാഹുവിനെ സ്നേഹിക്കുന്നു എന്നത് കേവലം ഒരു വാക്കല്ല. നമ്മിൽ പലരും പറയുന്ന വാചകമാണ്, ഞാൻ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ അല്ലാഹു തആല ഈ ആയത്തിൽ വ്യക്തമാക്കുന്നു, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ പിന്തുടരുക. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാർഗം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാതെ അല്ലാഹുവിനോടുള്ള സ്നേഹം സാക്ഷാത്കരിക്കപ്പെടുകയില്ല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്തുടരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന മഹത്തായ 2 അനുഗ്രഹങ്ങൾ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനമായി നമുക്ക് നൽകുകയാണ്. ഒന്നാമത്തെ വാഗ്ദാനം അല്ലാഹു നിങ്ങളെ സ്നേഹിക്കും എന്നതാണ്.
രണ്ടാമതായി നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരും എന്നതാണ്. റബ്ബിന്റെ സ്നേഹവും റബ്ബിന്റെ പാപമോചനവും നിസ്സാരമായ രണ്ട് കാര്യമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് പാപമോചനത്തിലേക്കുള്ള വഴിയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ അത്വാഅനി ഫഖദ് അത്വാഅ അല്ലാഹ്, എന്നെ അനുസരിക്കുന്നവൻ അല്ലാഹുവിനെ അനുസരിച്ചവനാകുന്നു. സുന്നത്ത് പാലിക്കുന്നത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നാം വളരെ ഗൗരവത്തോടെ എടുക്കേണ്ട ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, അലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീന മിൻ ബഅദി തമസ്സകൂ ബിഹാ വഅളൂ അലൈഹാ ബിന്നവാജിദ്. എന്റെ സുന്നത്തും എനിക്ക് ശേഷം വന്ന സച്ചരിതരായ സന്മാർഗത്തിന്റെ ദീപങ്ങളായ സന്മാർഗം പ്രാപിച്ച ഖലീഫമാരുടെ സുന്നത്തും നിങ്ങൾ കൃത്യമായി മുറുകെ പിടിക്കുക. അള്ളൂ അലൈഹാ ബിന്നവാജിദ്, അതിനെ നിങ്ങൾ അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കണേ എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിച്ചത്. അണപ്പല്ലുകൊണ്ട് നിങ്ങൾ കടിച്ചു പിടിക്കണം എന്ന് പറഞ്ഞതിന്റെ താല്പര്യം എന്താണ്? ജീവിതത്തിൽ നാം ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും നേരിടുന്ന സാഹചര്യങ്ങൾ നമുക്കുണ്ടാകും. പലപ്പോഴും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനെ പിൻപറ്റുന്ന വിഷയത്തിൽ നമുക്ക് പല തടസ്സങ്ങളും നേരിടേണ്ടി വരുന്ന സാഹചര്യമുണ്ടാകും. തൊപ്പിവെക്കുന്ന വിഷയം നമുക്കെടുക്കാം. പലപ്പോഴും തൊപ്പിവെക്കുന്ന വിഷയത്തിൽ നമുക്ക് തൊപ്പിവെക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകും. പക്ഷേ അവിടെയെല്ലാം അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്താണെന്ന രീതിയിൽ തന്നെ അതിനെ മുറുകെ പിടിക്കുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടോ? അതിനെയാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. അള്ളൂ അലൈഹാ ബിന്നവാജിദ്, നിങ്ങൾ നിങ്ങളുടെ അണപ്പല്ലുകൾ കൊണ്ട് നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു കാലഘട്ടം ഇവിടെ സംജാതമാകും. ആ സമയത്ത് എന്റെ സുന്നത്തിനെ മുറുകെ പിടിച്ച് ജീവിക്കുക എന്നത് കൈവെള്ളയിൽ തീക്കട്ട പിടിക്കുന്നതിന് തുല്യമായിരിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. അപ്പൊ അത്രത്തോളം ത്യാഗം അനുഭവിക്കേണ്ടി വരും ചില സന്ദർഭങ്ങളിൽ. അല്ലാഹുവിന്റെ റസൂലിനെ പിൻപറ്റുന്ന വിഷയത്തിൽ വസ്ത്രധാരണത്തിലാകാം, സാമ്പത്തിക ഇടപാടുകളിലാകാം, അധ്വാനത്തിലാകാം, ഭക്ഷണം കഴിക്കുന്നതിലാകാം, വീട് നിർമ്മിക്കുന്നതിലാകാം, വാഹനം വാങ്ങുന്നതിലാകാം. ഇങ്ങനെ ഏത് വിഷയത്തിലും അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുന്ന ജീവിതം പലപ്പോഴും ഉത്സാഹമായി നമുക്ക് അനുഭവപ്പെടുമ്പോൾ അവിടെയെല്ലാം അള്ളൂ അലൈഹാ ബിന്നവാജിദ്, നിങ്ങളുടെ അണപ്പല്ലുകൾ കൊണ്ട് നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. അങ്ങനെ നിങ്ങൾ മുമ്പോട്ട് പോകാതിരുന്നാൽ മൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, എന്റെ സുന്നത്തിൽ നിന്ന് മാറി നിൽക്കുന്നവൻ എന്നിൽ പെട്ടവനല്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നതിന്റെ യഥാർത്ഥ അടയാളം എന്താണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ നമ്മെ പഠിപ്പിച്ചില്ലേ, ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ.
നിങ്ങളിൽ ഒരാളും യഥാർത്ഥ വിശ്വാസിയാവുകയില്ല ഹത്താ അകൂന അഹബ്ബ ഇലൈഹി, ഞാൻ അവന് ഏറ്റവും പ്രിയങ്കരനാകുന്നത് വരെ. ആരേക്കാൾ? മിൻ വാലിദിഹി, അവനെ 10 മാസം വയറ്റിൽ ചുമന്ന് മരണവേദനയോടൊത്ത വേദനയും സഹിച്ചുകൊണ്ട് പ്രസവിച്ച് മുലപ്പാലൂട്ടി വളർത്തി വലുതാക്കിയ നിന്റെ ഉമ്മയേക്കാൾ, നിനക്ക് സർവ്വ സംരക്ഷണവും നൽകി വളർത്തിയ നിന്റെ പിതാവിനേക്കാൾ, വവലദിഹി, നിന്റെ സ്നേഹഭാജനമായ മക്കളേക്കാൾ, വന്നാസി അജ്മഈൻ, മറ്റു ജനങ്ങളെക്കാൾ നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഞാനാകുന്നത് വരെ നീ ഒരിക്കലും യഥാർത്ഥ വിശ്വാസിയാവുകയില്ല എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ? മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു നബിയേ. എന്റെ നഫ്സിനെ ഒഴിച്ച് എല്ലാത്തിനേക്കാളും, എന്റെ ഉമ്മയേക്കാൾ, വാപ്പയേക്കാൾ, ഭാര്യയേക്കാൾ, മക്കളേക്കാൾ, സമ്പത്തിനേക്കാൾ, എല്ലാത്തിനേക്കാളും എന്റെ നഫ്സിനെ ഒഴിച്ച് അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി, ഉമറേ, നിന്റെ ഈമാൻ ഒരിക്കലും പൂർത്തിയായിട്ടില്ല എന്നാണ്. നിന്റെ ഈമാൻ ഒരിക്കലും പൂർത്തിയായിട്ടില്ല എന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ഹബീബിനോട് ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, എന്റെ നഫ്സിനേക്കാളും അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. അപ്പോൾ പറഞ്ഞു, ഇപ്പോൾ നിന്റെ ഈമാൻ പൂർത്തിയായിരിക്കുന്നു. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിനെ സ്വന്തം ഇഷ്ടത്തെക്കാൾ, സ്വന്തം സ്നേഹ ശരീരത്തെക്കാൾ ഒരു മനുഷ്യൻ ഇഷ്ടപ്പെടുമ്പോൾ അവന് കിട്ടുന്ന പദവി എത്രയാണ്! അല്ലാഹുവിന്റെ ഹബീബിന്റെ ഇഷ്ടകൂട്ടുകാരനായ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പദവിയിലേക്കാണ് അവൻ എത്തിച്ചേരുന്നതെന്ന് നാം മനസ്സിലാക്കണം. അഥവാ സിദ്ദീഖുകളുടെ പദവിയിലേക്കാണ് അവൻ എത്തിച്ചേരുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അളവറ്റ് സ്നേഹിച്ചതിന്റെ പേരിലാണ് മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന് സിദ്ദീഖ് എന്ന സ്ഥാനം കിട്ടാനുള്ള കാരണം. എല്ലാവരും കാബാലയത്തിന്റെ ചുറ്റിലിരുന്നു കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ഇസ്രാ മിഅ്റാജിനെ കുറിച്ച് പരിഹസിച്ച് സംസാരിക്കുന്ന സദസ്സിലേക്കാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. ആ സിദ്ദീഖുൽ അക്ബറിനെ അബൂജഹൽ, ഉത്ബത്ത്, ശൈബത്ത് അടക്കമുള്ള ആളുകൾ നിന്റെ പ്രവാചകൻ, നിന്റെ മുഹമ്മദ് ഇന്നലെ രാത്രി അല്ലാഹുവിനെ കണ്ട് തിരിച്ചു വന്നു എന്ന് പറയുന്നു എന്ന് പറഞ്ഞ് പരിഹസിച്ചപ്പോൾ എന്റെ നേതാവ് അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിച്ചു. അതേ, നിന്റെ നേതാവ് അങ്ങനെ പറഞ്ഞതാണെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഇഷ്ടത്തോഴൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ എന്റെ ഹബീബിനെ വിശ്വസിക്കുന്നു, ഞാനത് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ ഒറ്റ കാരണത്താലാണ് സിദ്ദീഖ് എന്ന നാമം ബഹുമാനപ്പെട്ടവർക്ക് കിട്ടാനുള്ള കാരണം. മാത്രമല്ല, സ്വന്തം ശരീരത്തെക്കാൾ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചു. ഗാർ സൗറിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന സന്ദർഭം, സഹോദരങ്ങളെ, എല്ലാ പഴുതുകളും അടച്ച് ഒരു പഴുത് അടക്കാൻ മാത്രം തുണി ബാക്കിയില്ലാതെ വന്നപ്പോൾ അതിലേക്ക് തന്റെ കാലുകൾ, കാലിന്റെ പെരുവിരൽ കയറ്റി വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ ക്ഷണിക്കുകയാണ് ഗുഹയുടെ ഉള്ളിലേക്ക്. അല്ലാഹുവിന്റെ റസൂൽ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ആ മടിയിൽ കിടന്നിങ്ങനെ ഉറങ്ങുന്ന സന്ദർഭത്തിൽ തന്റെ കാലിൽ അതാ ഭീകരമായ സർപ്പം ആഞ്ഞു കൊത്തുകയാണ്. ആ സർപ്പത്തിന്റെ വിഷം ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ഞരമ്പുകളിലൂടെ കടന്നു പ്രവഹിച്ചു. അസഹ്യമായ വേദന കൊണ്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അവിടുത്തെ കണ്ണിൽ നിന്ന് കണ്ണുനീരിൽ വീണു. റസൂലുള്ളാഹി തങ്ങളുടെ ഉറക്കം മുടക്കരുതെന്ന് മനസ്സിലാക്കി അനങ്ങിയില്ല. സ്വന്തം ശരീരത്തെക്കാൾ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന് പ്രാമുഖ്യം നൽകി. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും.
സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ റസൂലാണ് മുഅ്മിനിന് അവന്റെ സ്വന്തം ശരീരത്തെക്കാൾ ഏറ്റവും ബന്ധപ്പെട്ടതെന്ന വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനം ജീവിതത്തിൽ പകർത്തിയ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് ഉയർന്ന സ്ഥാനം കിട്ടാനുള്ള കാരണമെന്ന് നാം മനസ്സിലാക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹബീബായ നബി തങ്ങളെ പിൻപറ്റാൻ ജീവിതത്തിൽ ഉടനീളം റസൂലുള്ളാഹിനെ പിൻപറ്റി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.